ഹായ് എവ്രി വൺ. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഏതാണ്? അനാലിസിസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. നമ്മുടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യുക ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് ഏത് റേഷ്യോസാണ് യൂസ് ചെയ്യുക, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ്. ആ ലിക്വിഡിറ്റി റേഷ്യോസിൽ മെയിനായിട്ട് 3 റേഷ്യോസാണ് ഉള്ളത്. ഫസ്റ്റ് വൺ കറണ്ട് റേഷ്യോ. നമ്മൾ പഠിച്ചില്ലേ നമ്മുടെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു കറണ്ട് റേഷ്യോ എന്താന്ന് പറഞ്ഞു, അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, അതിൻ്റെ കോമ്പണൻസ്, അതിൽ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. ദെൻ അതുമായി റിലേറ്റ് ചെയ്ത് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും, നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും കമ്പ്യൂട്ട് ചെയ്യാമെന്ന് പഠിച്ചു ഇല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്നത് ആ ലിക്വിഡിറ്റി റേഷ്യോസിൽ 3 മെയിൻ ആയിട്ടുള്ളത്. അതിലെ ബാക്കി നിൽക്കുന്ന 2 കറണ്ട് റേഷ്യോ നമ്മൾ നോക്കി. ഇനിയുള്ള ബാക്കി 2 റേഷ്യോസ് ഏതൊക്കെയാണ്? ലിക്വിഡ് റേഷ്യോ. ആ ലിക്വിഡ് റേഷ്യോനെ പറയുന്ന മറ്റ് 2 പേരുകളാണ് ക്വിക്ക് റേഷ്യോ ആൻഡ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോനെ പറയും, എന്താ പേര് പറയുക? ക്വിക്ക് റേഷ്യോ എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. ദെൻ തേർഡ് വൺ വരുന്നത് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ലിക്വിഡ് റേഷ്യോ എന്താണെന്നുള്ളതാണ് കേട്ടോ. ലിക്വിഡ് റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. അതിനെ 3 പേരുകളാണ് പറയുന്നത്. ലിക്വിഡ് റേഷ്യോനെ 2 പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ ക്വിക്ക് റേഷ്യോ എന്ന് പറയും, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. സോ എന്താ ഈ ലിക്വിഡ് റേഷ്യോ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സ്ട്രിക്റ്റ് മെഷർ ഓഫ് ലിക്വിഡിറ്റി. അതായത് ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന ആ ഒരു റേഷ്യോ ആണ് ലിക്വിഡ് റേഷ്യോ. അതല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് റേഷ്യോ. അതുമല്ലാന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നുള്ളത്. യെസ്, what is liquid ratio? It is the ratio of liquid assets to current liability. നമ്മുടെ കറണ്ട് റേഷ്യോ എന്തായിരുന്നു? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റി. അതായത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും ഒരു പ്രൊപ്പോർഷനാണ് കറണ്ട് റേഷ്യോയിൽ നമ്മൾ നോക്കിയത്. ഇവിടെ ലിക്വിഡ് റേഷ്യോയിൽ നമ്മൾ എന്താ നോക്കാൻ പോണത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലിക്വിഡ് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റി. ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനാണ് ലിക്വിഡ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നുള്ളതിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലിക്വിഡ് അസറ്റ്സ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി അതിൻ്റെയൊക്കെ ഒരു ഇതെന്താണെന്ന് അറിയണം. ഓഫ് കോഴ്സ് കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് കറണ്ട് റേഷ്യോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്കറിയാം ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റിയിൽ പെടുക, അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് ഏതൊക്കെയാണ് നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാറായിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് ലിക്വിഡ് അസറ്റ്? നമ്മുടെ കറണ്ട് അസറ്റ്സിലെ എല്ലാ ഐറ്റംസും ലിക്വിഡ് നോട്ട് ഈക്വലി ലിക്വിഡ്, അതായത് ഒരേപോലെ ലിക്വിഡ് അല്ല. അതായത് ഒരേപോലെ എളുപ്പം ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ചിലത് ലെസ് ലിക്വിഡ് ആവും, ചിലത് മോർ ലിക്വിഡ് ആവും. എളുപ്പം ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം എടുത്ത് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. സോ കറണ്ട് അസറ്റ്സിലെ എല്ലാ അസറ്റുകളും എല്ലാ ഐറ്റംസും നോട്ട് ഈക്വലി ലിക്വിഡ്, ഒരുപോലെ ലിക്വിഡ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ സ്റ്റോക്സും പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ ലെസ് ലിക്വിഡ് ആണ്. ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻവെന്ററീസ്. സോ സ്റ്റോക്സ്, ഇൻവെന്ററീസ്, അതുപോലെ സ്റ്റോക്ക് ഓർ ഇൻവെന്ററീസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അതെല്ലാം ലെസ് ലിക്വിഡ് ആണ് ആസ് കമ്പയർഡ് ടു അതർ ഐറ്റംസ്. അതായത് ക്യാഷ് ഇൻ ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് എന്നൊക്കെ പറയുന്ന മറ്റ് ഐറ്റംസുമായി കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ലിക്വിഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് അസറ്റ്സിൽ നിന്ന് ഈ സ്റ്റോക്സും പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ദെൻ ദ ബാലൻസ് ഐറ്റം ഓഫ് കറണ്ട് അസറ്റ്സ് ആർ കോൾഡ് ലിക്വിഡ് അസറ്റ്സ് ഓർ ക്വിക്ക് അസറ്റ്സ്. നമ്മുടെ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാ? ക്യാഷ് ഇൻ ഹാൻഡ് വരും, ക്യാഷ് അറ്റ് ബാങ്ക് വരും, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അതായത് ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വരും,
ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് വരും, ബിൽസ് റിസീവബിൾസ് വരും, സൺട്രി ഡെപ്റ്റേഴ്സ് വരും, ഇൻവെന്ററീസ് വരും, വർക്ക് ഇൻ പ്രോഗ്രസ് പ്രോസസ് വരും, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് വരും ഇല്ലേ. അപ്പൊ അതില് പ്രീപെയ്ഡ് എക്സ്പെൻസസും സ്റ്റോക്സും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഡിഡക്ട് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ബാക്കിയുള്ള ഐറ്റംസ് ആണ് എന്ത് പറയണത്, നമ്മൾ എന്ത് പേരിൽ പറയണത്, ലിക്വിഡ് അസറ്റ്സ് ഓർ ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് മെഷറാണ്, ലിക്വിഡിറ്റിയുടെ ഒരു സ്ട്രിക്റ്റ് മെഷറാണ് ലിക്വിഡ് റേഷ്യോ. ആൻഡ് ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ ആണ് നമ്മുടെ ലിക്വിഡ് റേഷ്യോയിൽ നോക്കുന്നത്. ലിക്വിഡ് അസറ്റും കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ കറണ്ട് റേഷ്യോ, ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ആകുമ്പോൾ എന്താണ്, ലിക്വിഡ് റേഷ്യോ. ഇനി ഈ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് അസറ്റിൽ നിന്ന് രണ്ട് ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്യണം. ആ ഐറ്റംസ് ഏതൊക്കെയാണ്, രണ്ട് ഐറ്റംസ് ഏതൊക്കെയാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസും അതുപോലെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി, സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. ദെൻ ലിക്വിഡ് റേഷ്യോയുടെ ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. ആസ് സെറ്റ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ, പറഞ്ഞ പോലെ, നമ്മുടെ മീനിങ്ങിൽ പറഞ്ഞ പോലെ ലിക്വിഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ആണ്. സോ ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ആൻഡ് ലിക്വിഡ് അസറ്റ്സ് ഏതൊക്കെയാണ്, കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇപ്പൊ കറണ്ട് അസറ്റ് 10,000 രൂപ, അതിൽ സ്റ്റോക്ക് 1000 രൂപ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒരു 1000 രൂപയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ലിക്വിഡ് അസറ്റ്സ്, എത്രയായിരിക്കും കറണ്ട് അസറ്റ്സ്, അതായത് 10,000 മൈനസ് സ്റ്റോക്ക് 1000 പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് 1000, അതായത് 2000 കുറയ്ക്കണം. അപ്പൊ ബാക്കി 8000 എന്നുള്ളതാണ് എന്തിൽ വരിക, ലിക്വിഡ് അസറ്റ്സിൽ വരിക. ഇനി ഇപ്പൊ നമ്മൾ എങ്ങനെ ലിക്വിഡ് അസറ്റ് എന്താന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ പറഞ്ഞു. ഇനി ലിക്വിഡ് അസറ്റിന്റെ ഇന്റർപ്രിട്ടേഷനാണ് നമ്മൾ പറയണത്. നമ്മൾ കറണ്ട് റേഷ്യോയുടെ കാര്യത്തിൽ പറഞ്ഞു 2:1, അതായത് കറണ്ട് അസറ്റ് എപ്പോഴും കറണ്ട് ലയബിലിറ്റിയുടെ ഒരു ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ, രണ്ടിരട്ടി ആയിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്, ഏറ്റവും അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു റേഷ്യോ, അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ അതാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലിക്വിഡ് റേഷ്യോയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് നമ്മുടെ ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഈക്വൽ ആവുന്ന ഒരു പ്രൊപ്പോർഷനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ റൂൾ ഓഫ് തമ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഇത് എന്താണ്, 1:1 എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷൻ ആണ്. രണ്ടും ഈക്വൽ ആയിരിക്കുക, ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഈക്വൽ ആയിരിക്കുന്ന ഒരു പൊസിഷനാണ് നമ്മുടെ റൂൾ ഓഫ് തമ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലിക്വിഡ് റേഷ്യോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി എ ഹൈ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോനെ തന്നെയാണ് കേട്ടോ. പേരുകളെല്ലാം ഓർത്തിരിക്കണം. എന്തൊക്കെയാ പറയാ, ലിക്വിഡ് റേഷ്യോ എന്ന് പറയും, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും, ക്വിക്ക് റേഷ്യോ എന്ന് പറയും, അത് മറക്കരുത് കേട്ടോ. ആൻഡ് യെസ്, ഹൈ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ ഫേം ഇസ് ലിക്വിഡ് ആൻഡ് ഹാസ് ദ എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ഓർ ലിക്വിഡ് ലയബിലിറ്റീസ് in time, and on the other hand a low quick ratio represents that the firm's liquidity position is not good. അതായത് ഒരു ഹൈ ലിക്വിഡ് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹൈ ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു കമ്പനിക്ക്, നമ്മുടെ ഫേമിന് അതിൻ്റെ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലിക്വിഡ് ലയബിലിറ്റീസിനെയൊക്കെ ഓൺ ടൈമിൽ, പ്രോപ്പർ ടൈമിൽ മീറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. എന്നാൽ അതില്ലാന്നുണ്ടെങ്കിൽ, അതായത് 1:1 എന്നുള്ള ഈ പ്രൊപ്പോർഷനും കുറവാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് മനസ്സിലാക്കുക, അവിടെ വേണ്ടത്ര ഫേം അത്രമാത്രം ലിക്വിഡിറ്റി പൊസിഷൻ കീപ്പ് ചെയ്യുന്നില്ല, അതായത് ഫേം ഈസ് നോട്ട് ഇൻ എ ഗുഡ് പൊസിഷൻ. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ലിക്വിഡ് റേഷ്യോ അല്ലെ, ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാണ് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണത്, കറണ്ട് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ലിക്വിഡ് റേഷ്യോ കിട്ടുന്നത്. ആ ലിക്വിഡ് അസറ്റ്സ് ഏതാണ്, കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ലിക്വിഡ് റേഷ്യോ എത്രയാണ്, 1:1. അപ്പൊ ഇത്രയും പോർഷൻസ് ക്ലിയർ ആയി. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ നേരത്തെ നമ്മുടെ കറണ്ട് റേഷ്യോ നോക്കുമ്പോൾ നമ്മൾ നോക്കിയില്ലേ, കറണ്ട് റേഷ്യോയുടെ കോമ്പോണൻസ്, അതായത് കറണ്ട് അസറ്റ് ഏതാ, കറണ്ട് ലയബിലിറ്റീസ് ഏതാന്നൊക്കെ കുറച്ച് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തില്ലേ. അതേപോലെ തന്നെ
ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോയിൽ ഏതൊക്കെയാണ് പെടുക എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് കറണ്ട് അസറ്റിൽ നിന്ന് 2 ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുന്നത്. ഒന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസസും ദെൻ ദ അതർ വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസസും അതുപോലെ തന്നെ സ്റ്റോക്കും. അങ്ങനെയാണ് 2 ഐറ്റംസ്, സ്റ്റോക്ക് ഓർ ഇൻവെന്ററീസ് ആണ് ഒഴിവാക്കുന്നത്. സോ ബാക്കിയുള്ള ഐറ്റംസ് അത് ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് ലിക്വിഡ് അസറ്റ് ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് ലിക്വിഡ് അസറ്റ് ആണ്, ബിൽസ് റിസീവബിൾസ് ലിക്വിഡ് അസറ്റ്സ് ആണ്, സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ്സ് ആണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ലിക്വിഡ് അസറ്റ്സ് ആണ്, ടെമ്പററി അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സും ലിക്വിഡ് അസറ്റ്സ് ആണ്. ദെൻ കറന്റ് ലയബിലിറ്റി ഏതൊക്കെയാണ് നമുക്കറിയാം. അക്രൂഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, ഇൻകം ടാക്സ് പേയബിൾ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സ്, ദെൻ ഡിവിഡൻഡ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. അതെല്ലാം കറന്റ് ലയബിലിറ്റീസും ആണ്. അപ്പോൾ നമ്മൾ ലിക്വിഡ് അസറ്റ്സിനെയും അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റീസും ഏതൊക്കെയാണ് ഐറ്റംസ് ഏതൊക്കെ അതിൽ വരിക എന്നുള്ളത് പ്രോബ്ലം പാർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ഒക്കെ തരുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്യേണ്ട, അതിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വൺ, അതായത് നമ്മൾ പറഞ്ഞു ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അത് അസർട്ടൈൻ ചെയ്യാൻ 3 റേഷ്യോസ് ആണ്. കറന്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ദെൻ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അതിലെ കറന്റ് റേഷ്യോ നമ്മൾ പറഞ്ഞു, പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തു. ലിക്വിഡ് റേഷ്യോ എന്താണെന്നുള്ളത് അത് എന്താന്ന് പറഞ്ഞു, അതിന്റെ കോമ്പണൻസ് പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ പറഞ്ഞു. ദെൻ ഇപ്പൊ നമ്മൾ പറയാൻ പോണ തേർഡ് വൺ ഏതാ? അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. വാട്ട് ഈസ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ? അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് ലിക്വിഡ് അസറ്റ്സ് മൈനസ് ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കറന്റ് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കിയ അതെന്താണ്? ലിക്വിഡ് അസറ്റ് ആണ്. ആ ലിക്വിഡ് അസറ്റിൽ നിന്ന് എന്തുകൂടി ഒഴിവാക്കണം? നമ്മുടെ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ലിക്വിഡ് അസറ്റ്സിൽ നിന്ന് ഡെറ്റേഴ്സിന്റെയും ബിൽസ് റിസീവബിൾസിന്റെയും എമൗണ്ടും കൂടി നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. ഡെറ്റേഴ്സിനെയും ബിൽസ് റിസീവബിൾസിനെയും ഡിഡക്ട് ചെയ്യണം, അതിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. ആൻഡ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. അതായത് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ആ ലിക്വിഡ് അസറ്റിൽ നിന്ന് ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾസും ഒഴിവാക്കണം, കറന്റ് ലയബിലിറ്റിന്ന് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഒഴിവാക്കണം. അപ്പോഴാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണത്? മെഷർ ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ മെഷർ ചെയ്യാനുള്ള നെക്സ്റ്റ് ഇക്വേഷൻ, അടുത്ത ഇക്വേഷൻ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വലൻസ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ്. ക്യാഷും ക്യാഷ് ഇക്വലൻസും ഓൾ ടോട്ടൽ ചെയ്ത് അതിൻ്റെ കൂടെ ദാറ്റ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി, അതിനെ ലിക്വിഡ് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കിട്ടും. യെസ്, വാട്ട് യു മീൻ ബൈ ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വലൻസ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്ന ഒരു ടേം എന്താ നമ്മൾ മീൻ ചെയ്യുന്നത്? ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ക്യാഷ് നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ്. ദെൻ ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് വെരി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ലൈക്ക് ഗവൺമെന്റ് ട്രഷറി ബിൽസ് എക്സെട്ര. അതായത് ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് വെരി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, അതിനെയാണ് ക്യാഷ് ഇക്വലൻസ് നമ്മൾ പറയണത്. യെസ്, അപ്പൊ നമ്മൾ പറയണത് എന്താണ്? അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് എന്താ? കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും കുറയ്ക്കുമ്പോഴാണ് ലിക്വിഡ് അസറ്റ് കിട്ടുക. ആ ലിക്വിഡ് അസറ്റിൽ നിന്ന് ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾസും കൂടി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാം. ദെൻ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കറന്റ് ലയബിലിറ്റീസ് മൈനസ് ബാങ്ക് OD. അതായത് കറന്റ് ലയബിലിറ്റീസിൽ നിന്ന് ബാങ്ക് ഓവർഡ്രാഫ്റ്റിന്റെ എമൗണ്ട് കുറയ്ക്കണം. സോ ഇതാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ ഇക്വേഷൻ. ആൻഡ് ഈ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക എങ്ങനെയാ? അപ്പോൾ കറന്റ് റേഷ്യോ 2:1 ആണ് സ്റ്റാൻഡേർഡ്, ലിക്വിഡ് റേഷ്യോ 1:1 ആണ് സ്റ്റാൻഡേർഡ്. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.5:1 അതാണ് റൂൾ ഓഫ് തമ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത്.
ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അത് നമ്മുടെ കറണ്ട് ലാബിലിറ്റി, ദാറ്റ് മീൻസ് അവർ ലിക്വിഡ് ലാബിലിറ്റി, നമ്മുടെ ലിക്വിഡ് ലാബിലിറ്റീസിൻ്റെ 50% പകുതിയെങ്കിലും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഗുഡ്, നല്ലതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ലിക്വിഡ് ലാബിലിറ്റീസിൻ്റെ പകുതിയെങ്കിലും എന്ത് വേണം? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് വേണം. അതാണ് ലിക്വിഡ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ് 0.5:1. ദാറ്റ് മീൻസ് ലിക്വിഡ് ലാബിലിറ്റി. സോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മൾ ഇന്ന് കവർ ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് റേഷ്യോസ് ഉണ്ട്. അതിൽ ലിക്വിഡിറ്റി റേഷ്യോ, ആ ലിക്വിഡിറ്റി റേഷ്യോസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ലിക്വിഡിറ്റി റേഷ്യോസിലാണ് കറണ്ട് റേഷ്യോ വരുന്നുണ്ട്, ലിക്വിഡ് റേഷ്യോ വരുന്നുണ്ട്, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ വരുന്നുണ്ട്. അതിലെ കറണ്ട് റേഷ്യോ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദെൻ ലിക്വിഡ് റേഷ്യോ, സെക്കൻഡ് വൺ ലിക്വിഡ് റേഷ്യോ നമ്മൾ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, അതിൻ്റെ കോമ്പണൻസ് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, തേർഡ് വൺ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ 3 ലിക്വിഡിറ്റി പൊസിഷൻ, ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനുള്ള 3 റേഷ്യോസ് ഇവിടെ എന്ത് ചെയ്യാണ്? ലിക്വിഡിറ്റി റേഷ്യോസ് എന്നുള്ള ഹെഡിൽ 3 എണ്ണമാണ്: കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് അബ്സല്യൂട്ട് റേഷ്യോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം. ഒരു ബാലൻസ് ഷീറ്റ് തന്നാൽ അല്ലെങ്കിൽ ഇതിന് വേണ്ട അത്രയും ഇൻഫർമേഷൻസ് തന്നാൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്ന് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ക്വിക്ക് റേഷ്യോ കാണുക, എങ്ങനെയാണ് നമ്മൾ കറണ്ട് റേഷ്യോ കാണുക, എങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാണുക, അതൊക്കെയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ തിയോറീസ് ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.